ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പം എൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രോഗ്രാം ഉള്ള ഒരു ദിവസം കേട്ടോ. പ്രോഗ്രാം എന്നൊന്നും പറയാനൊന്നുമില്ല, ഒരു ചെറിയൊരു സൽക്കാരം. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ. രാവിലത്തെ മുറ്റടിക്കൽ, അകം ക്ലീൻ ആക്കൽ, അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് മുറ്റത്തൊക്കെ ഇറങ്ങിക്കാണ്. ഇപ്പം ഇറങ്ങിയ ടൈമിൽ നേരത്തെ കുറേ മാങ്ങ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കുകയാണ്. പിന്നെ മുറ്റൊക്കെ അടിച്ചു വാരി. ഇന്നലെ ഞാൻ അടിച്ചു വാരിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് തോനെ അടിച്ചു വരാനുണ്ട്. കാരണം ഇന്നലെ ഈവനിങ് നല്ലോണം മഴയും കാറ്റൊക്കെ ഉണ്ടായിട്ട് കുറച്ചധികം മുറ്റടിക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിക്കാണ്. കുറേ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മടുക്കട്ടോ. എനിക്കൊക്കെ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് പരിപാടി കേൾക്കുന്നതാണ് ഇഷ്ടം. ഈ കുറേ നേരം ചെയ്യണ കയറാൻ. അപ്പൊ ഇങ്ങനെ അടുത്തൊക്കെ കയറിയ ടൈമിൽ ഇവിടെ ഇങ്ങനെ അല്ല രാവിലെ തന്നെ അപ്പൊ നമുക്കിന്ന് മെനു വരുന്നത് ബീഫ് ബിരിയാണി, ചിക്കൻ മന്തിയാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ നടക്കണം. പ്രോഗ്രാം രാത്രിയാണെങ്കിലും പക്ഷെ നമുക്ക് രാവിലെ തന്നെ തൊട്ട് പരിപാടികൾ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും റിസ്ക് കുറയും. അപ്പം നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പം അങ്ങനെ രാവിലെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ബീഫ് മന്തിക്കുള്ള മസാല, സോറി, ബീഫ് ബിരിയാണിക്കുള്ള മസാല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബീഫ് വേവിച്ചു കുക്കറിലുണ്ട്. അങ്ങനെ ഓരോ പരിപാടി നടക്കുന്നത്. പിന്നെ ഈ മസാല കേട്ടോ, ഇത് ഞാൻ സൗദിയിൽ നിന്ന് വന്ന ടൈമിൽ കൊടുക്കുന്ന മസാലയുടെ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ബിരിയാണിക്കൊക്കെ ആഡ് ചെയ്താൽ. പിന്നെ നമുക്ക് വരുന്ന ചിക്കൻ മന്തിയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ ചിക്കന് ഇതൊരു പ്രത്യേക മാഗ്നേഷൻ ആട്ടോ. ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്നല്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മസാല. ഇതിന് ഉമ്മാന്റെ ഒരു പ്രത്യേക റെസിപ്പിയാണ്. അപ്പോൾ ഈ മന്തി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് ഭക്ഷണം രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എൻ്റെ മോളെ കുളിപ്പിക്കാൻ പോയി. അപ്പോൾ ഓളെ പരിപാടിയൊക്കെ കഴിച്ചാൽ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ അവളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ബീഫൊക്കെ മസാലയൊക്കെ ഇട്ട് മസാല എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് കുക്കിങ്ങും ദമ്മിടലൊക്കെ നമ്മൾ ഈവനിങ് ഒക്കെ മാറ്റി വെച്ചേക്കാണ്. അപ്പം ഈ മെയിൻ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെറിയ ചെറിയ പരിപാടി ഉണ്ടാവുള്ളല്ലോ. അപ്പം പിന്നെ ഞാൻ അവളെ കുളിച്ച് അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവളെ സെറ്റപ്പാക്കി അവൾക്ക് കഞ്ഞി കൊടുക്കണം. അപ്പം കഞ്ഞിക്ക് നമുക്ക് ഉച്ചക്ക് ഉള്ള മെനുവിൽ ഒരു ഉപ്പേരി ഉണ്ട്, വഴുതനങ്ങ ഉപ്പേരിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. എൻ്റെ മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾക്കത് കഞ്ഞിക്ക് കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവിടെ ചിക്കൻ മന്തിക്കുള്ള ചിക്കൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും അതിൻ്റെ ബേസിക് പ്രിപ്പറേഷൻ കഴിച്ചു വെക്കുകയാണ്. പിന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്യുക, ദമ്മിടുക, അതന്നെ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം എൻ്റെ കുളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മളൊരു നാപ്പ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടി ഒറ്റയടിക്ക് എടുത്താൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പം ഞങ്ങൾ കരുതി കുളിയൊക്കെ കഴിഞ്ഞ് മോർണിംഗിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയാൽ, കാരണം ഗസ്റ്റ് ഏകദേശം ഒരു രാത്രി 8 മണിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ടൈം വരെ നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. ഉച്ചക്ക് ഫുഡിന് നമുക്ക് ഇന്ന് ചോറ്, പപ്പടം, പിന്നെ വരുന്നത് മത്തി മുളകിട്ടതാണ്. മത്തി മുളകിട്ടത് പിന്നെ ഞാൻ ഉച്ചക്ക് പറഞ്ഞല്ലോ മോൾക്ക് കഞ്ഞി കൊടുത്ത വഴുതനങ്ങ ഉപ്പേരി, പിന്നെ അതുമായിരുന്നു വന്നത്. പിന്നെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ മാങ്ങാച്ചാറുണ്ട് കേട്ടോ. ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. അപ്പം അതുണ്ട്. ഇപ്പോൾ ഇവിടെ മോളും എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടി ഇരുന്നാണ്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ നാടൻ ഫുഡ് ഭയങ്കര ടേസ്റ്റാ അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആപ്പാപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോള് അപ്പാപ്പാനോട് ഇങ്ങനെ സംസാരിക്കണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു നാപ്പ് ടൈം ഒക്കെ എടുത്ത് കുറച്ച് നേരം കിടന്ന് എല്ലാവരുടെ റെസ്റ്റൊക്കെ മാറ്റി ഒരു 5 മണിക്കൊക്കെ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഡ്യൂട്ടി വരുന്നത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസാണ് കരുതുന്നത്. അപ്പോൾ ഈ ഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. ഒരു കപ്പിൾ മാത്രമേ ഉള്ളൂ. അവർ ഇപ്പോൾ ന്യൂലി വെഡാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സൽക്കാരം വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് വരുന്നത് ഇതാണ്, പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പം ഞാൻ അതിനുള്ള പൈനാപ്പിൾ കട്ടൊക്കെ ചെയ്ത് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ പരിപാടി പിന്നെ സാലഡൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ ഉമ്മയും മന്തിയും ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ബിരിയാണി അതിൻ്റെ ഇടയിൽ കൂടി ഒരു ദമ്മിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പരിപാടിയിലായതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബിരിയാണി ഓൾറെഡി ദമ്മായി. ഇനിയിപ്പോൾ അതേപോലെ മന്തിക്കുള്ള റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അരിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡ്യൂട്ടി വരുന്നത് വെൽക്കം ഡ്രിങ്കും സാലഡ് ഐറ്റംസും ആണ്. അപ്പൊ പിന്നെ ഞാൻ ബിരിയാണിക്കുള്ളൊരു വെറൈറ്റി സാലഡാണ് ഉണ്ടാക്കാൻ പോണത്. ഈ സാലഡ് ഞാൻ ചില കല്യാണങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാലഡാണ്. സ്വീറ്റ് സാലഡാണ്. നമ്മുടെ ഈ
ഉറുമാമ്പഴവും കിയാറും ഈ ഓണിയനും കാര്യങ്ങളൊന്നും വരാതെ വെറും ഇങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കുറച്ച് മാംഗോ ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു സാലഡാണ്, നല്ല ടേസ്റ്റുള്ള സാലഡാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ മന്തിക്കുള്ള അരിയൊക്കെ കുക്ക് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തിള വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യണില്ല, കാരണം നമ്മൾ കുറച്ചു നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദമ്മിൽ വെക്കും. അപ്പൊ നമ്മള് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, ഒരു 80% ഒക്കെ കുക്ക് ചെയ്താല് പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ദമ്മിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ ഞങ്ങളിവിടെ ഷത്ത എന്നാണ് പറയാ. ഇത് നമുക്ക് മന്തിക്ക് വരുന്ന ഒരു പുളിയുള്ള ടൈപ്പ് ഒരു ഇതുണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ, അതാണ്. അപ്പൊ ഞാനിവിടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചപ്പും പുതിനയും ഒക്കെ എല്ലാം ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം അടിക്കണം. മിക്സിയിൽ ആദ്യം ഞാൻ വെള്ളം കൂട്ടിയിട്ടാണ് അടിക്കുക, പിന്നെയാണ് വിനെഗർ ആഡ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ മന്തിയും ബിരിയാണിയൊക്കെ ദമ്മായിട്ടുണ്ട്. പിന്നെ അവർ വന്ന ടൈം ആയപ്പോഴത്തേന് നമ്മൾ ഇതൊക്കെ എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാന്ന് കരുതി. കാരണം അവർ വന്ന് നമ്മൾ ഒരുപാട് നേരം ഇരുത്തുന്നത് ശരിയല്ലല്ലോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മളിനി ഇതൊക്കെ ഇങ്ങനെ ദമ്മ് പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ബിരിയാണി ആദ്യം റൈസ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. റൈസ് മാറ്റിയിട്ട് നല്ലോ മിക്സ് ചെയ്യാന്ന് വെച്ചിട്ട്, കാരണം റൈസൊക്കെ ആ മസാലയുടെ ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോ മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മന്തി അതുപോലെ തന്നെ മസാല കടിയിൽ വരുന്നതുകൊണ്ട് നമ്മൾ അടിയിൽ ഇപ്പം മുകളിൽ വരെ നല്ലോ മിക്സ് ചെയ്യണം. നല്ലോ മിക്സ് ചെയ്തിട്ട് പിന്നെ അതൊക്കെ ഇനി നമ്മൾ ഓരോ സെർവിങ് ബൗൾക്ക് മാറ്റാൻ പോവാണ്. ഇപ്പോൾ ഇത് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ല സെർവിങ് ബൗളൊക്കെ മാറ്റി നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.